ये आंकड़ा याद रखिए, 9 वर्ष में 25 करोड़ लोग गरीबी से बाहर निकले हैं। जिस देश में 5 दशकों तक कांग्रेस जैसे दलों ने सिर्फ गरीबी हटाओ का नारा दिया, वहां सिर्फ 9 साल में लगभग 25 करोड़ लोगों का गरीबी से बाहर निकलना, ये बहुत बड़ी बात है। ये दिखाता है कि विकसित भारत बनने के लिए हमने जो दिशा तय की है, जिस रास्ते पर चल रहे हैं, वो रास्ता सही है। ബിജെപി സർക്കാരിന്റെ ശരിയായ നയങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഗുണകരമായ പ്രഭാവം രാജ്യത്ത് ദൃഷ്ടമാണ്. ഈ അടുത്ത കാലത്ത് വന്ന ഒരു റിപ്പോർട്ടിൽ രാജ്യത്ത് 25 കോടി ജനങ്ങൾ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ദാരിദ്ര്യത്തിൽ നിന്നും മോചിതരായി എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 9 വർഷത്തിനുള്ളിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഏത് രാജ്യത്താണ് കോൺഗ്രസും മറ്റു പാർട്ടികളും 5 പതിറ്റാണ്ട് കാലം ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യൂ എന്ന മുദ്രാവാക്യം മാത്രം പറഞ്ഞു നടന്നത്? ആ രാജ്യത്ത് 9 വർഷം കൊണ്ട് 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായി എന്നുള്ളത് വലിയ കാര്യമാണ്. എന്താണിത് തെളിയിക്കുന്നത്? വികസിത ഭാരതം എന്ന സങ്കല്പം വെച്ചുകൊണ്ട് നാം തെരഞ്ഞെടുത്ത രീതികളും നമ്മുടെ മാർഗവും ശരിയാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത്. साथियों, लोकसभा के चुनाव देश की सरकार चुनने के लिए है। ये बात आपको हर वोटर तक पहुंचानी है। भारत सरकार की एक बड़ी जिम्मेदारी देश की सुरक्षा और दुनिया में भारत की भूमिका को सशक्त करने की होती है। हमें वोटरों को ये बताना चाहिए कि 10 वर्ष पहले तक जब देश में एक कमजोर और अस्थिर सरकार थी, तो आए दिन आतंकी हमले होते थे। इसका सीधा असर हमारे निवेश पर पड़ता था और विदेशों में काम करने वाले हमारे देशवासियों पर पड़ता था। हमें उन्हें बार बार बताना होगा कि एलडीएफ, यूडीएफ का इतिहास किस तरह घोटालों का रहा है, भ्रष्टाचार का रहा है। आज भारत को दुनिया विश्व मित्र के रूप में देख रही है। पूरी दुनिया में भारत और भारतीयों का गौरव नई बुलंदी पर है। इसका बेहतरीन उदाहरण गल्फ देशों के साथ हमारे संबंध है। आज गल्फ के देशों से भारत के संबंध इतिहास के सबसे मजबूत दौर से गुजर रहे हैं। गल्फ के देशों में भारतीयों का सम्मान भी बढ़ा है, उनके लिए अवसर भी बढ़े हैं और उन्हें सुरक्षा का भरोसा भी मिला है। കേരളത്തിലെ എന്റെ സഹപ്രവർത്തകരെ, ലോകസഭാ തെരഞ്ഞെടുപ്പ് രാജ്യം ഭരിക്കേണ്ട സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ളതാണ്. ഈ കാര്യം നിങ്ങൾ എല്ലാ വോട്ടർമാരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ്. ഭാരത സർക്കാരിന്റെ ഒരു വലിയ ഉത്തരവാദിത്വം രാജ്യത്തിന്റെ സുരക്ഷയും അതോടൊപ്പം ലോകത്ത് ഭാരതത്തിന്റെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നുള്ളതുമാണ്. നമ്മൾ സമ്മതിദായകരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് ദുർബലവും അസ്ഥിരവുമായ സർക്കാരായിരുന്നു എന്ന്. രാജ്യത്ത് തീവ്രവാദി ആക്രമണമുണ്ടായപ്പോൾ അതിന്റെ പ്രഭാവം നമ്മുടെ നിക്ഷേപങ്ങളിലും
വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ രാജ്യക്കാരിലും ഉണ്ടായിരുന്നു. നമുക്ക് അവരോട് ആവർത്തിച്ച് പറയണം, LDFന്റെയും UDFന്റെയും ചരിത്രം അഴിമതിയുടെയും കുംഭകോണങ്ങളുടെയും ആണെന്ന്. ഇന്ന് ലോകം ഭാരതത്തെ ലോകത്തിന്റെ സുഹൃത്ത് എന്ന നിലയിൽ നോക്കിക്കാണുന്നു. സമ്പൂർണ്ണ ലോകത്തിലും ഭാരതത്തിന്റെയും ഭാരതീയരുടെ അഭിമാനം പുതിയ ഉയരങ്ങളിലെത്തിയിരിക്കുന്നു. ഇതിന്റെ വലിയ ഉദാഹരണം ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തിൽ കാണാവുന്നതാണ്. ഇന്ന് ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധം ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാരോടുള്ള ബഹുമാനം വളരെ വർദ്ധിച്ചിരിക്കുന്നു. അവർക്കുള്ള അവസരങ്ങൾ കൂടിയിരിക്കുന്നു. അവർക്കുള്ള സുരക്ഷാ ബോധവും വർദ്ധിച്ചിരിക്കുന്നു. साथियों, अब चुनाव दरवाजे पर दस्तक दे रहे हैं और अब केरला दिल्ली विजय का नेतृत्व करने की ताकत वाला बन गया है। चुनाव जीतने के लिए हम लोकसभा जीतने की बात तो करेंगे, लेकिन यहां शक्ति केंद्र के कार्यकर्ता आए हैं। हमारा पहला संकल्प चाहिए, हमारा बूथ हम जीतेंगे। हम हमारे बूथ में पराजित नहीं होंगे। अगर बूथ को जीत लिया तो केरल को भी जीत सकते हैं। കേരളത്തിലെ സഹപ്രവർത്തകരെ, തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എല്ലാ ബൂത്തിലും കഠിന പ്രയത്നം ചെയ്യണം. കേരളത്തിനും ദില്ലിയിൽ അതിൻ്റെതായ പങ്ക് വഹിക്കാനുണ്ട്. നമ്മൾ ബൂത്തിൽ ജയിക്കണം. എല്ലാ ബൂത്തിലും നാം ജയിച്ചാൽ നമുക്ക് കേരളവും നമുക്ക് ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് കേരളം चुनाव जीतने के लिए आपको हर बूथ पर, हर मतदाता पर ध्यान केंद्रित करना है, भरपूर मेहनत करनी है और हर शक्ति केंद्र पर मेहनत करनी है। आपके शक्ति केंद्र में जो भी लाभार्थी है, उनसे आपका मिलना हो, आप उनको नाम से बुलाएं, उनके परिवार तक आप जाएं, इसको आप सबसे पहले प्राथमिकता दीजिए। आपके पास अपने क्षेत्र के सभी लाभार्थियों की लिस्ट जरूर होनी चाहिए। इस समय केरला में विकसित भारत संकल्प यात्रा चल रही है। इस यात्रा का लक्ष्य है कि केंद्र सरकार की विकास की योजनाओं से कोई छूटे नहीं। जिनको अभी लाभ नहीं मिला है, उन्हें आपको विकसित भारत संकल्प यात्रा में लाना है। मोदी की गारंटी वाली गाड़ी तक पहुंचाना है और मोदी की गारंटी यानी गारंटी के पूरा होने की गारंटी। ये बात हर वोटर तक आप सब साथी पहुंचाएंगे, ये मेरा विश्वास है। എല്ലാ ബൂത്തിലും കഠിന പ്രയത്നം ചെയ്യണം. എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും കഠിന പ്രയത്നം ചെയ്യണം. നിങ്ങളുടെ പ്രദേശത്തെ എല്ലാ ഗുണഭോക്താക്കളെയും നിങ്ങൾ കാണണം. അവരുടെ കുടുംബാംഗങ്ങളെ നിങ്ങൾ കാണണം. ഇതായിരിക്കണം നിങ്ങളുടെ പ്രാഥമികമായ പ്രവർത്തനം. നിങ്ങളുടെ കൈവശം നിങ്ങളുടെ പ്രദേശത്തെ എല്ലാ ഗുണഭോക്താക്കളുടെയും പട്ടിക ഉണ്ടാവണം. കേരളത്തിൽ ഇപ്പോൾ വികസിത സങ്കല്പ സങ്കല്പ യാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയുടെ ലക്ഷ്യം ഭാരത സർക്കാരിന്റെ വികസന പദ്ധതികൾ, ആ പദ്ധതികളിൽ നിന്നും ആരും ഒഴിവാക്കപ്പെടരുത് എന്നാണ്. ആർക്കെങ്കിലും പദ്ധതികളുടെ ഗുണം കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ നിങ്ങൾ
വികസിത ഭാരത സങ്കല്പ യാത്രയിൽ കൊണ്ടുവരണം. മോഡിയുടെ ഗ്യാരണ്ടിയുള്ള വണ്ടിയുടെ അരികിൽ കൊണ്ടുവരണം. മോഡിയുടെ ഗ്യാരണ്ടി അഥവാ ഗ്യാരണ്ടി പൂർത്തീകരിക്കുമെന്ന ഗ്യാരണ്ടിയാണ് ഇത്. നിങ്ങൾ എല്ലാ സമ്മതിദായകരെയും പറഞ്ഞു മനസ്സിലാക്കണം. साथियों, अपने शक्ति केंद्रों पर लोगों से लगातार बार बार सक्रियता के साथ मिलते रहे, उनके मुद्दों को समझे और ये देखें कि किस योजना से उनकी समस्या का समाधान हो सकता है। आप डिजिटल इंडिया के हर लाभार्थी से मिले, जिन्हें कॉमन सर्विस सेंटर मिला है उनसे जरा बातचीत कीजिए। डिजिटल कंटेंट क्रिएशन से बड़ी संख्या में हमारे युवा जुड़े हैं और कमाई भी कर रहे हैं। उन्हें बताइए कि सरकार की योजनाओं से उन्हें कैसे लाभ मिला है। रेहड़ी फुटपाथ पर काम करने वाले साथियों के लिए पहली बार पीएम स्वनिधि योजना बनाई है। ऐसे साथियों से भी रोज बात करनी चाहिए. നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ ജനങ്ങളുമായി സജീവമായി ഇടപെടുക. നിരന്തരമായി അവരുമായി സമ്പർക്കം ചെയ്യുക. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഏത് പദ്ധതി കൊണ്ടാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുക എന്ന് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഗുണഭോക്താക്കൾ, കോമൺ സർവീസ് സെന്ററുകൾ നടത്തുന്നവർ, അവരുമായി ചർച്ച ചെയ്യൂ, സംസാരിക്കൂ. ഡിജിറ്റൽ സംവിധാനങ്ങളിൽ ക്രിയാത്മകമായി പ്രവർത്തനം നടത്തുന്ന നമ്മുടെ യുവാക്കളുണ്ട്. അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അവരോട് പറയൂ, സർക്കാർ പദ്ധതികൾ, ആ പദ്ധതികൾ കൊണ്ടാണ് അവർക്കൊക്കെ ഈ ലാഭമുണ്ടായിട്ടുള്ളത് എന്ന്. അതോടൊപ്പം തെരുവിൽ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട് നമ്മുടെ. അവർക്ക് ആദ്യമായി PM സ്വാനിധി പദ്ധതി വന്നിരിക്കുന്നു. അങ്ങനെ ഉള്ള ആളുകളുണ്ട്. അവരോടും നിങ്ങൾ നിരന്തരമായി ബന്ധം പുലർത്തണം. आप सभी को बूथ स्तर पर एक निश्चित संख्या में लोगों की जिम्मेदारी लेनी चाहिए. कोई कार्यकर्ता 10 परिवार की जिम्मेवारी ले, कोई कार्यकर्ता 15 परिवार की जिम्मेवारी ले. अभी से उसको निश्चित काम दे देना चाहिए. इस तरह हर कार्यकर्ताओं को यह पता होगा कि उसके पास क्या काम है. आप अपने बूथ पर लोगों को वोटर लिस्ट से जोड़ने पर भी काम करें. कोई भी नागरिक मतदान के अधिकार से छूटना नहीं चाहिए. फर्स्ट टाइम वोटर्स को जोड़कर उसका बड़ा अभियान चलाना चाहिए. जो पहली बार वोट डालने वाला है उन्हें वोट करने के लाभ बताएं. वो देश का भविष्य तय करने वाला है. आप सभी ये जरूर निश्चित करें कि हर पात्र व्यक्ति उसका वोटर लिस्ट में नाम अवश्य होना चाहिए. ऐसे लोगों को हमने मदद भी करनी चाहिए. देश सेवा के कार्यों के लिए केंद्र सरकार ने देश का सबसे बड़ा युवा संगठन माय भारत भी बनाया है.